നമസ്കാരം, IdealExpressന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്കൗണ്ട്സ് വർക്കുകൾ എങ്ങനെ ചെയ്യാം, അക്കൗണ്ടിങ് എങ്ങനെ പഠിക്കാം എന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. നമുക്ക് അതിനായിട്ട് ടാലി ഒന്ന് പഠിക്കാം. ടാലി പഠിച്ചാൽ നിങ്ങളുടെ എല്ലാ അക്കൗണ്ടിങ് വർക്കുകളും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ടാലി? നമ്മൾ പഠിക്കുന്ന ടാലി ERP9 എന്ന സോഫ്റ്റ്വെയർ ഇന്ത്യക്കകത്ത് അക്കൗണ്ടിംഗ് വർക്കുകൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് ഹാർഡ്വെയർ എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടത്തരവും ചെറുതുമായിട്ടുള്ള എല്ലാ എന്റർപ്രൈസസുകൾക്കും യൂസ് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ടാലി ERP9 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അക്കൗണ്ടിംഗ്? അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ, അതായത് ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ ഇൻഫോർമേഷൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതാണ് അക്കൗണ്ടിംഗ് പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയുന്നതിനും നമുക്കും ഗവൺമെന്റിനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കൊമേഴ്സ് എടുത്ത് പഠിച്ച ഒരാൾക്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. എന്നാൽ സയൻസോ ആർട്സോ ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവർക്ക് എന്താണ് അക്കൗണ്ട്സ് എന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം, അതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ട്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. അക്കൗണ്ട്സിനെ മൂന്നാക്കി തിരിച്ചിരിക്കുന്നു: റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഇനി എന്താണ് റിയൽ അക്കൗണ്ട്, എന്താണ് പേഴ്സണൽ അക്കൗണ്ട്, എന്താണ് നോമിനൽ അക്കൗണ്ട് എന്ന് നോക്കാം. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഇത് ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്ന് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ഫർണിച്ചർ വാങ്ങുന്നു, റെന്റ് പേ ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നു, സെയിൽ ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒട്ടനവധി ട്രാൻസാക്ഷൻസ് ഒരു ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. കടമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, കടമായിട്ട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാത്തിനെയും ഏത് ഗ്രൂപ്പിലേക്ക് പെടുത്തണം, അതാണ് ഈ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അക്കൗണ്ട്സുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി റിയൽ അക്കൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസ്സിൻ്റെ എല്ലാ അസറ്റ്സുകളെ, അതായത് ആ ബിസിനസ്സിൻ്റെ ആസ്തിയെ നമുക്ക് റിയൽ അക്കൗണ്ട്സിൽ പെടുത്താം. ആസ്തി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് രണ്ടാക്കി തിരിച്ചിരിക്കുന്നു. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടു നോക്കാവുന്നതും ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള അസറ്റുകളെ നമുക്ക് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയാം. ഉദാഹരണത്തിന് ബിൽഡിങ്, മെഷീനറി, സ്റ്റോക്ക്, ലാൻഡ്, ക്യാഷ്, ഇതെല്ലാം തന്നെ ടാഞ്ചിബിൾ അസറ്റ്സിലാണ് പെടുന്നത്. നമുക്ക് തൊട്ടു നോക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത, പക്ഷേ ഫീൽ ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നു, ആ നിർമ്മാണത്തിന് നമ്മൾ പേറ്റന്റ് റൈറ്റ് എടുക്കുന്നു, നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ട്രേഡ് മാർക്ക് എടുക്കുന്നു. നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ആ സ്ഥാപനത്തിന് ഒരു സൽപ്പേര് അഥവാ ഗുഡ് വിൽ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റാണ്. പക്ഷേ അത് കാണുവാനോ തൊട്ടു നോക്കുവാനോ നമുക്ക് സാധ്യമല്ല. ഇത്തരത്തിലുള്ള അസറ്റുകളെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിലുള്ള ടാഞ്ചിബിളായിട്ടും ഇൻടാഞ്ചിബിളായിട്ടുള്ള എല്ലാ അസറ്റുകളെയും നമുക്ക് റിയൽ അക്കൗണ്ട്സ് എന്ന ഹെഡിന് താഴെ കൊണ്ടുവരാവുന്നതാണ്. അടുത്ത അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട്സ്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞത് ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളെയും ലോസുകളെയും അതുപോലെ തന്നെ ഇൻകത്തിനെയും ഗെയിൻസുകളെയും, അതിനെന്തൊക്കെ നേട്ടം ഉണ്ടാകും, ഇതിനെയെല്ലാം തന്നെ നമുക്ക് നോമിനൽ അക്കൗണ്ട്സ് എന്ന കാറ്റഗറിയുടെ കീഴിലേക്ക് കൊണ്ടുവരാം. നോമിനൽ എന്ന് പറഞ്ഞാൽ തന്നെ എക്സിസ്റ്റിംഗ് ഇൻ നെയിം ഓൺലി, അതിൻ്റെ പേരിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതിന് ഫിസിക്കൽ ഫോമിൽ അതിന് എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് പർച്ചേസ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ്, ഇലക്ട്രിസിറ്റി പെയ്ഡ്, ഇങ്ങനെയൊക്കെ പറയുന്ന എക്സ്പെൻസുകളെ അല്ലെങ്കിൽ ഇൻകത്തിനെ നമുക്ക് നോമിനൽ അക്കൗണ്ട്സിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാവുന്നതാണ്.
അടുത്തതായിട്ടുള്ള അതായത് മൂന്നാമത്തെ അക്കൗണ്ട്സ് ആണ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിനെയും നമുക്ക് ഈ പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ കീഴിൽ കൊണ്ടുവരാം. അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യക്തികൾ മാത്രമല്ല, ബിസിനസ് സ്ഥാപനങ്ങളും പേഴ്സണാണ്. അതായത് സാധാരണ വ്യക്തികളെ നമുക്ക് നാച്ചുറൽ പേഴ്സണൽ എന്ന് പറയാം. സ്ഥാപനങ്ങളെ നമുക്ക് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സണൽ എന്ന് പറയാം. ഒരു വ്യക്തിക്ക് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ അതെല്ലാം തന്നെ ഈ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സണലുണ്ട്. അതിനൊരു പേരുണ്ട്, നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ സൈനാണ് അതിൻ്റെ സീൽ എന്ന് പറയുന്നത്. അപ്പം അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വ്യത്യാസങ്ങളില്ല. ഇവിടെ വരുന്ന ഒരു ടേമാണ് ഡെറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളത്, അതായത് ബിസിനസ്സിൻ്റെ കടക്കാരൻ നമുക്ക് ഡെറ്റേഴ്സ് എന്ന് ബിസിനസ് കൊടുക്കാനുണ്ടെങ്കിൽ, നമ്മൾ ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സിൽ നിന്ന് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവരെ നമുക്ക് ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ഒരു ബിസിനസ്സിൻ്റെ നടത്തിപ്പിന് മൂലധനം ആവശ്യമാണ്. അത്തരത്തിലുള്ള മൂലധനത്തിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലും പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കീഴിലാണ് വരുന്നത്. ഇനി നമ്മൾ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു പ്രൊപ്രൈറ്ററിഷിപ്പിൽ, അതായത് ഒരു വ്യക്തി നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റലായിട്ട് ക്യാഷ് കൊണ്ടുവരുന്നു. ആ വ്യക്തി തൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായി ഈ ക്യാപിറ്റലിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡ്രോയിങ്സും ഈ പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ കീഴിലാണ് വരുന്നത്. അടുത്തതായി എന്താണ് ട്രാൻസാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു ബിസിനസ്സിൽ എന്ത് കാര്യം നടത്തുമ്പോഴും അതിൽ രണ്ട് ആസ്പെക്ട്സുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് കൊടുക്കലും ഒന്ന് വാങ്ങലും. ഉദാഹരണത്തിന് ഒരു 1000 രൂപയുടെ വിലയുള്ള ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെങ്കിൽ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വരുന്നു, ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോകുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഡെബിറ്റ് ആസ്പെക്ട്സ് എന്നും ക്രെഡിറ്റ് ആസ്പെക്ട്സ് എന്നും. അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും എന്നാണ് അർത്ഥം. അക്കൗണ്ടൻസിയുടെ ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കണ്ടു റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, ഇങ്ങനെ 3 അക്കൗണ്ട്സുകളുണ്ട്. ഇതിലെ ഓരോന്നിലും എന്താണ് ഡെബിറ്റ് ചെയ്യുന്നത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് റിയൽ അക്കൗണ്ട്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. റിയൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അസറ്റുകളാണ് അതിൽ വരുന്നത്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മളിലേക്ക് വരുന്നതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം, നമ്മളിൽ നിന്നും പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് 1000 രൂപ വിലയുള്ള ഒരു ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. നമ്മളിൽ നിന്നും ക്യാഷ് പോകുന്നു, നമ്മളിലേക്ക് ഫർണിച്ചർ വരുന്നു. അതായത് ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എൻട്രി വരുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡാറ്റ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അതിന് ജേണൽ എൻട്രി, അതായത് ബുക്സിലേക്ക് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെങ്കിൽ 2 കോളം ഉണ്ടായിരിക്കും, ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതിയിട്ട് ഡെബിറ്റ് കോളത്തിൽ നമ്മൾ 1000 രൂപ എഴുതുന്നു, ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ക്രെഡിറ്റ് കോളത്തിലും 1000 രൂപ എഴുതുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കും. അടുത്ത അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നോമിനൽ അക്കൗണ്ട്സിലെ ഇൻകംസും എക്സ്പെൻസസും ആണ് ഉണ്ടാവുക. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഉദാഹരണത്തിന് നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് 300 രൂപ അടയ്ക്കുന്നു. നമ്മളിൽ നിന്നും ക്യാഷ് പോകുന്നു. ആ ക്യാഷ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവ് ചെയ്തത്? ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ട് ഡാറ്റ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. ഇനി നമ്മൾ ഇൻകത്തിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? റെന്റ് കളക്ട് ചെയ്യുന്നു 3000 രൂപ. നമ്മളിലേക്ക് ക്യാഷ് വരുന്നു, റെന്റ് ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, റെന്റ് റിസീവ്ഡിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ക്യാഷ് അക്കൗണ്ട് ഡാറ്റ ടു റെന്റ് റിസീവ്ഡ്. ഇനി
അടുത്ത അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട്സിൽ എല്ലായ്പ്പോഴും ഒരു വ്യക്തിയോ സ്ഥാപനമോ ഉണ്ടായിരിക്കും. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് അതിന്റെ റൂള്. സ്വീകരിക്കുന്ന ആളിനെ ഡെബിറ്റ് ചെയ്യണം, നൽകുന്ന ആളിനെ ക്രെഡിറ്റ് ചെയ്യുക. അത് സ്ഥാപനമായാലും വ്യക്തിയായാലും. നമ്മൾ മിസ്റ്റർ റാം എന്ന് പറയുന്ന വ്യക്തിക്ക് 5000 രൂപയുടെ ഫർണിച്ചർ സെയിൽ ചെയ്യുന്നു. ഇവിടെ റാം എന്ന് പറയുന്ന വ്യക്തി റിസീവർ ആണ്. അപ്പോൾ അയാളിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നമ്മളിൽ നിന്നും ഫർണിച്ചർ പോകുന്നു, അത് റിസീവ് ചെയ്യുന്നത് മിസ്റ്റർ റാം ആണ്. അപ്പോൾ ഡെബിറ്റ് മിസ്റ്റർ റാം, ക്രെഡിറ്റ് ഫർണിച്ചർ, അതായത് റാം അക്കൗണ്ട് ഡെറ്റഡ് ടു ഫർണിച്ചർ അക്കൗണ്ട്. ഇനി നമ്മൾ വാങ്ങുകയാണെങ്കിലോ, ഫർണിച്ചർ വാങ്ങുന്നു. മിസ്റ്റർ ജ്യോതിഷ് എന്ന വ്യക്തിയിൽ നിന്ന് 5000 രൂപയുടെ ഫർണിച്ചർ വാങ്ങുന്നു. നമ്മളിലേക്ക് ഫർണിച്ചർ വരുന്നു, തരുന്നത് മിസ്റ്റർ ജ്യോതിഷ് ആണ്. അപ്പോൾ ഗിവർ ആണ് മിസ്റ്റർ ജ്യോതിഷ്. ജ്യോതിഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ജ്യോതിഷ് അക്കൗണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മൾ ഒരു ട്രാൻസാക്ഷനിലെ റിയൽ അക്കൗണ്ടിനെ മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി. റിയൽ അക്കൗണ്ടിൽ പെടുന്നത് മുഴുവനും അസറ്റുകളാണ്. ഈ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അസറ്റ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. അപ്പോൾ റിയൽ അക്കൗണ്ട് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, റിയൽ അക്കൗണ്ട് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. മറ്റൊരു എക്സ്പെൻസ് ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു വണ്ടി വാങ്ങിച്ചു, കുറച്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മളത് വിൽക്കുമ്പോൾ പുതിയ വണ്ടിയുടെ അതേ വിലയല്ലല്ലോ നമുക്ക് കിട്ടുക, അതിന് വില കുറയും. അതാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ അഥവാ വെയർ ആൻഡ് ടയർ എന്ന് പറയുന്നത്. അസറ്റിന്റെ വില കുറയുന്നത് കൊണ്ട് തന്നെ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ്. അത് ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ, മെഷീനറി ആണെങ്കിൽ മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. അക്കൗണ്ട്സുകളുടെയും GSTയുടെയും പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.